ഓക്കെ ഓക്കെ ബ്രദർ. നസ്രായൻ അല്ല ന്യൂക്ലിയർ അടുത്തത് ന്യൂക്ലിയർ സംസാരിക്കും. കേൾക്കുന്നുണ്ടോ ബ്രദറെ? കേൾക്കാം കേൾക്കാം. കേൾക്കാം. ബ്രദറെ, സെബാസ്റ്റ്യൻ ബ്രദറെ, വളരെയധികം നന്ദിയുണ്ട് താങ്കൾ ഇങ്ങനെ ഒരു ടോപ്പിക് എടുത്ത് ചർച്ച ചെയ്തതിന്. കാരണം ഞങ്ങളെ പോലുള്ള കത്തോലിക്കർക്കൊക്കെ വളരെയധികം അപമാനമാണ് ഈ പാമ്പ്ളാനി പിതാവ് പറഞ്ഞ ഈ വിവരക്കേട്. ഇത് ഇന്ന് ഏതൊരു കുട്ടിക്കും, ഇന്നിപ്പോ എന്നെ പോലുള്ള കുറെ ആൾക്കാർക്ക് ഇത് അജ്ഞതയുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇതിനെ കുറിച്ചൊന്നും അറിയില്ല. ഖുറാനും അല്ലെങ്കിൽ ഇപ്പോ ബൈബിളിനെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് കുറെ അറിയാൻ പാടില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് പലരും ഇതൊക്കെ വിശ്വസിച്ചിരുന്നു. പക്ഷെ ഇന്ന് ഈ ഒരു സമയത്ത് ഇതുപോലുള്ള വിവരക്കേടുകള് മറ്റേ ചാനൽ ചർച്ചയിൽ പോയിരുന്ന് പറയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം നാണക്കേട് ഞങ്ങളെ പോലുള്ളവർക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോ പാമ്പ്ളാനി പിതാവ് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വിവരക്കേട് ഇനി പറയാതിരിക്കുക. താങ്കള് ഇനി മദ്രസയിൽ വല്ല ക്ലാസ്സിന് പോകണ്ടോന്നറിയില്ല. സാധാരണ ഈ മാതിരി വിവരക്കേട് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് മുസ്ലിങ്ങളാണ്, ഞങ്ങളുടെ ആൾക്കാർ തന്നെയാണ് നിങ്ങളുടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ താങ്കള് ഒന്നും കൂടി ബൈബിൾ പഠിച്ച് വേണം ഇതുപോലുള്ള പബ്ലിക് സോഷ്യൽ മീഡിയയിലും സംസാരിക്കാനായിട്ട്. കാരണം മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഞാനൊക്കെ ആയിരിക്കുന്ന സഭയിലോ ഇടവകയിലോ ഇദ്ദേഹം ഇതുപോലുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ച് തന്നെ തിരുത്തി മാറ്റി പറയിപ്പിച്ച് പഠിപ്പിച്ചിട്ടേ വിടുള്ളൂ. അപ്പൊ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. താങ്ക് യു വെരി മച്ച്. നസ്രായൻ അല്ല, ഒരു സെക്കൻഡ് ഞാൻ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ, എന്നോട് ആഡ് ചെയ്ത്. അല്ല, ക്രൈസ്തവരും ഇസ്ലാമും സഹോദര സഭയാണെങ്കിൽ ഈ ക്രൈസ്തവരും മതം മാറിയില്ലെങ്കിൽ അവരോട് യുദ്ധം ചെയ്യണം, അല്ലെങ്കിൽ അവർ ജിസിയ കൊടുക്കണമെന്ന് ക്രൈസ്തവർ ജിസിയ കൊടുത്ത് രണ്ടാം കിട പൗരന്മാരായിട്ട് കഴിയണമെന്ന് ഖുറാനിൽ പറയേണ്ട കാര്യം എന്താ? സഹോദര സഭയാണെങ്കിൽ അങ്ങനെ ഒരു പറച്ചിന്റെ ആവശ്യമില്ലല്ലോ. കേട്ടോ, സഹോദരൻ രണ്ടുപേരും ഒരേ ദൈവത്തെ ആരാകുന്ന ഒരേ കൂട്ടരാണെങ്കിൽ ക്രൈസ്തവരും മതം മാറി ഇസ്ലാമായില്ലെങ്കിൽ അവരോട് യുദ്ധം ചെയ്യണം, അവർ മതം മാറിയില്ലെങ്കിൽ അവർ പിന്നെ അവരുടെ ജീവന സ്വത്തിന് സംരക്ഷണം ജിസിയ കൊടുക്കണം, അല്ലെങ്കിൽ മതം മാറണം. ഒന്നുകിൽ ജിസിയ കൊടുത്ത് രണ്ടാം കിട പൗരന്മാരുടെ നാണം കെട്ട് ജീവിക്കുക, അല്ലെങ്കിൽ മതം മാറുക എന്ന ഓപ്ഷൻ ക്രൈസ്തവന് കൊടുക്കുന്ന ഖുറാൻ എങ്ങനെയാണ് ആ ഇസ്ലാം മതം ക്രൈസ്തവന് സഹോദര മതമാകുന്നത്? അതായത് കോമൺ സെൻസിന്റെ ഒരു തൊട്ട് ലേശം കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഒരു മനുഷ്യനും അങ്ങനെ പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഒന്നുകിൽ അദ്ദേഹം മുസ്ലിമിനെ പേടിച്ചിട്ട്, അങ്ങനെയാണെങ്കിൽ കേരളം ഭയപ്പെടേണ്ടതുണ്ട്. ഒരു അതിരൂപത അധ്യക്ഷൻ പോലും ഭയപ്പെട്ട് പറയേണ്ട കാര്യങ്ങൾ മാറ്റിപ്പറയേണ്ട സാഹചര്യം ഇസ്ലാം കേരളത്തെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കേരളം ഭയക്കേണ്ടതാണ്. ഇനി അതല്ല, അദ്ദേഹത്തിന് അറിവില്ലായ്മയാണെങ്കിൽ അദ്ദേഹം അത് തിരുത്തണം. അദ്ദേഹത്തിന് ഭയമാണെങ്കിൽ കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റിന് അദ്ദേഹത്തിന് വല്ല പ്രൊട്ടക്ഷനും കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഓക്കെ, അത് മാത്രമല്ല, ഒരു കാര്യം കൂടി ആഡ് ചെയ്തേക്കട്ടെ ബ്രദറെ. ഇപ്പൊ മുഹമ്മദ് തന്നെ പറയുന്നുണ്ടല്ലോ, ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ യഹൂദവരെയും ക്രൈസ്തവരെയും അറേബ്യൻ ഉപദ്വീപത്തിൽ നിന്ന് തന്നെ മുഹമ്മദ് പറയുന്നത്. അതെ അതെ, അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ സൂറ 109:1 പറയുന്നുണ്ട്, മുഹമ്മദ് ആരാധിക്കുന്നതിനല്ല നമ്മൾ ആരാധിക്കുന്നതെന്ന്. കാരണം മുഹമ്മദ് അവിടെ അവിശ്വാസികളെ എന്നും പറഞ്ഞുകൊണ്ട് പറയുന്നത്. അവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ യഹൂദരും ക്രൈസ്തവരും ഈ ഖുറൈശികൾ ഇവരൊക്കെയുള്ള അവിശ്വാസികൾ എന്ന് പറയണേ. അപ്പൊ ഞാൻ ഏതായാലും അള്ളാഹുൽ വിശ്വസിക്കുന്നത്. അപ്പൊ എന്നെ കൂടി അഡ്രസ് ചെയ്തിട്ടാണ് ഈ 109:1 പറയുന്നത്. അപ്പൊ മുഹമ്മദ് അവിടെ പറയുന്നുണ്ട്, ഞാൻ ആരാധിക്കുന്നവരെ നിങ്ങൾ ആരാധിക്കുന്നില്ല, ആരാധിക്കുന്നവരെ നിങ്ങൾ ആരാധിക്കുന്നില്ല എന്ന് വ്യക്തമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഇസ്ലാമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. അത് ബന്ധം ഉണ്ടാക്കാനായിട്ട് ഒരാളും പറയാൻ വേണ്ട. താങ്ക് യു ബ്രദറെ. ഓക്കെ ബ്രദർ, താങ്ക് യു. നസ്രായൻ സെബാസ്റ്റ്യൻ ബ്രദറെ, പ്രൈസ് ലോർഡ്. സെബാസ്റ്റ്യൻ ബ്രദറെ, ഒരു ഈ വിഷയത്തിൽ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇസ്ലാം അബ്രഹാമിക് മതമോ എന്നുള്ള വിഷയത്തിൽ ഒരു തെളിവൂടെ ഞാൻ വെക്കാൻ ആഗ്രഹിക്കുന്നു. സെബാസ്റ്റ്യൻ ബ്രദറിൻ്റെ വാട്സപ്പിനകത്തോ അല്ലെങ്കിൽ നമ്മുടെ ഷെഡ്യൂൾ ഗ്രൂപ്പിനകത്ത് ഞാനത് ഇട്ടിട്ടുണ്ട്. സെബാസ്റ്റ്യൻ ബ്രദർ അതൊന്ന് പ്രസൻറ്റ് ചെയ്ത് കാണിക്കുവാണെങ്കിൽ ഇച്ചിരൂടെ നല്ലതായിരിക്കും. ഇവരുടെ ഒരു പുസ്തകമാണ് ദ ലൈഫ് ഓഫ് പ്രോഫറ്റ് മുഹമ്മദ്, വോള്യൂം 1, അൽ സീറ അൽ നബവിയ. ഞാൻ ആ പുസ്തകത്തിൻ്റെ ഫ്രണ്ട് പേജും ഇട്ടിട്ടുണ്ട്. ഇബിൻ കത്തീറിന്റെ പുസ്തകമാണ്. അതെ അതെ, അതിന്റെ പേജ് നമ്പർ 50ഉം 51ഉം. സെബാസ്റ്റ്യൻ ബ്രദർ അത് എടുക്കുമ്പോഴത്തേക്കിനും നമ്മളെ വർഗീസ് സാർ പറഞ്ഞ ഒരു ഓളവിടെ നിന്നോട്ടെ മുഹമ്മദിന് വേണ്ടിയിട്ട് എന്നുള്ള ആ ഓഡിയോ, ഉസ്താദിന്റെ ഓഡിയോ ഞാനൊന്ന് കേൾപ്പിക്കാം. കുറച്ചു പേരൊന്ന് ചിരിക്കട്ടെ. ഓക്കെ, സെബാസ്റ്റ്യൻ ബ്രദർ അത് എടുക്കുമ്പോഴത്തേക്കും ഇത് കേൾക്കണേ, ഇത് കേൾക്കുക. ആവശ്യപ്പെട്ടാൽ എന്നാൽ ഹബീബായ തങ്ങളെ ആഗ്രഹിച്ച പെണ്ണിനെ പെണ്ണിനെ കെട്ടാൻ തീരുമാനിക്കാൻ പോലും പാടില്ല. കെട്ടൽ മുന്നല്ലേ. മാത്രല്ല കേട്ടോ, ഒരു ഭാര്യയും ഭർത്താവും കൂടി ഇങ്ങനെ പോവാ. അപ്പൊ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓളാളെന്നോട്ടെ. ഹബീബായ തങ്ങളെ കെട്ടാൻ ആഗ്രഹിച്ചു പോയാൽ ആ ഭർത്താവ് തൊലാക്ക് ചൊല്ലൽ നിർബന്ധമാണ്. തൊലാക്ക് അപ്പ ചൊല്ലിക്കൊള്ളും. അപ്പൊ ഈ മതവുമായിട്ട് നമുക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് നമ്മുടെ അല്ല, അത് തലാക്ക് ചൊല്ലിക്കൊള്ളാന്നല്ല, തലാക്ക് ചൊല്ലി പുള്ളി മാതൃ അല്ല, ഈ നമ്മുടെ ഇവളെ
സയ്യിദിന്റെ ഭാര്യയെ വിവാഹം സയ്യിദിന്റെ കഴിക്കുന്നത് ഭാര്യ, അങ്ങനെയാണല്ലോ. സയ്യിദിന്റെ ഭാര്യ. ഇഷ്ടപ്പെട്ടല്ലേ അതെ അതെ അതെ. അള്ളാഹുവിന്റെ അത് ഹൃദയത്തെ തിരിച്ചറിഞ്ഞു ഇമാം ഖുർത്തുബി ഈ എക്സാമ്പിൾ കോട്ട് ചെയ്തിട്ടാണ് ഇമാം ഖുർത്തുബി സൂറ 33:50 തഫ്സീർ എഴുതുമ്പോൾ 16 പ്രിവിലേജസ് കൊടുക്കുന്നതിൽ അതിൽ 10ാമത്തെ പ്രിവിലേജ് ആണ് മുഹമ്മദ് ഒരു സ്ത്രീയെ, ഒരു പുരുഷന്റെ ഭാര്യയായിരിക്കുന്ന ഒരു സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ, മുഹമ്മദിന്റെ കണ്ണ് ആ സ്ത്രീയുടെ മേൽ പതിഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് തലാക്ക് ചൊല്ലണം നിർബന്ധമാണ് എന്നത് 10th പ്രിവിലേജ് ആണ്. അതിനകത്ത് തരുന്ന എക്സാമ്പിൾ തന്നെ സയ്യിദിന്റെ വീട്ടിൽ മുഹമ്മദ് ചൊല്ലുമ്പോൾ സയ്യിദ് ഇല്ലാതിരിക്കുമ്പോൾ സൈനബ് വിവസ്ത്രയായിരിക്കുന്നു. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ സംസാരിച്ചതാണ്. ഞാനിത് ഒന്ന് ചിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ മതവുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് നമുക്കത് കാണാൻ പറ്റും. അത് മാത്രമല്ല, ഇവരുടെ തന്നെ വിശ്വാസത്തിൽ മുസ്ലിങ്ങൾ തന്നെ പറയുന്നു, നമുക്ക് അബ്രഹാമുമായിട്ടോ ഇഷ്മായേലുമായിട്ടോ അല്ലെങ്കിൽ അബ്രഹാമിന്റെ സന്തതി പരമ്പരയിൽ നമുക്ക് ആ ലീനിയേജ് പോലും സ്ഥാപിക്കാൻ പറ്റുന്നില്ല എന്ന് ഇവർ തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. സെബാസ്റ്റ്യൻ ബ്രദറെ ആ പുസ്തകം ഡിസ്പ്ലേ ചെയ്തോ? ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. ഒത്തിരി കിടക്കുന്നുണ്ട്, ഇതിൽ തപ്പി എടുത്തോണ്ടിരിക്കുക. ഞാൻ വാട്സാപ്പിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് സെബാസ്റ്റ്യൻ ബ്രദറെ. ആ സ്ക്രീൻ മാത്രം എടുത്താൽ മതി. ഓക്കെ. ഞാൻ നമ്മുടെ വാട്സാപ്പിൽ നമ്മുടെ ഈ സഹോദരന് ചുമ ഇച്ചിരി വരുന്നുണ്ട്. ഇദ്ദേഹത്തെ ഒന്ന് താഴോട്ടൊന്ന് വിട്ടു തന്നല്ലേ? ഏത് വോളിയം ആയിരുന്നു ബ്രദറെ? അൽ സീറ അൽ നബവിയ ബൈ ഇബ്ൻ കതീർ വോളിയം 1. ഓക്കെ. ദ ലൈഫ് ഓഫ് പ്രോഫറ്റ് മുഹമ്മദ്. ഗോട്ട് ഇറ്റ്. അൽ സീറ അൽ നബവിയ വോളിയം 1. അതിന്റെ പേജ് നമ്പർ 51. പേജ് 51 എടുത്തോട്ടെ. മുസ്ലിങ്ങൾ തന്നെ ക്ലെയിം ചെയ്യുന്നില്ല ഞങ്ങൾക്ക് അബ്രഹാമുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന്. പിന്നെ നമ്മൾ എന്തിനാ ആ ബന്ധം സ്ഥാപിക്കാൻ പോകുന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. 51 അല്ലേ? 51 അതിന്റെ നടുവിലത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ സെബാസ്റ്റ്യൻ ബ്രദറെ, ആസ് ഫോർ മാലിക് എന്നുള്ള പോർഷൻ തൊട്ട് നമുക്കൊന്ന് വായിക്കാം. ആസ് ഫോർ മാലിക്. ആസ് ഫോർ മാലിക്, ഞാനത് ഇംഗ്ലീഷിലും മലയാളത്തിലും പറയാം. ആസ് ഫോർ മാലിക്, അല്ലാ ഹാവ് മേഴ്സി ഓൺ ഹിം. ഗോഡ് എന്ന് ഞാൻ വായിക്കത്തില്ല, കാരണം ഇത് പിശാജാണ്. അല്ലാ ഹാവ് മേഴ്സി ഓൺ ഹിം ഹാസ് എക്സ്പ്രസ്ഡ് ഡിസപ്രൂവൽ വെൻ ആസ്ക്ഡ് അബൌട്ട് സംവൺ ട്രേസിംഗ് ഹിസ് ഡിസെന്റ് ബാക്ക് ടു അദ്നാൻ. ഇത് പറയുന്നത് മാലിക് ഈ അദ്നാൻ തൊട്ടുള്ള ഈ ഡിസെന്റ് അല്ലെങ്കിൽ അദ്നാൻ തൊട്ടുള്ള ഈ ലീനിയേജ് ബന്ധപ്പെടുത്താൻ നോക്കുമ്പോൾ ഡിസപ്രൂവൽ ചെയ്തിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഖേദം പ്രകടിപ്പിച്ചിരുന്നു. എന്തുകൊണ്ടാണെന്ന് താഴോട്ട് പറയുന്നുണ്ട്. വെൻ കംസ് ടു ഹിം ദ നോളജ് ഓഫ് ദാറ്റ്, ചോദ്യമായിട്ട് ഇങ്ങനെ ഒരു കാര്യം ചോദ്യത്തിലേക്ക് വന്നപ്പോൾ, വെൻ ഹി വാസ് ആസ്ക്ഡ് അബൌട്ട് ട്രേസിംഗ് ബാക്ക് ടു ഇഷ്മായേൽ, ഇഷ്മായേലിലേക്ക് മുഹമ്മദിന്റെ ഈ ലീനിയേജ് പുറകിലോട്ട് കൊണ്ടുപോകാനുള്ള ചോദ്യം വന്നപ്പോൾ, ഹി എക്സ്പ്രസ്ഡ് സിമിലർ ഡിസപ്രൂവൽ. അദ്ദേഹവും അതിനകത്തൊരു വിസമ്മതം കാണിച്ചു. കാരണം എന്തുവാ? ഹി എക്സ്പ്രസ്ഡ് സിമിലർ ഡിസപ്രൂവൽ ആസ്കിങ് ഹൂ കുഡ് പ്രൊവൈഡ് സച്ച് ആൻ ഇൻഫർമേഷൻ. ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ ആർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും? മുഹമ്മദിന്റെ ബന്ധം ഇഷ്മായിൽ വരെയോ അബ്രഹാം വരെയോ ആർക്ക് സ്ഥാപിക്കാൻ പറ്റുമെന്നാണ് ഇവരുടെ പണ്ഡിതന്മാർ തന്നെ പറയുന്നത്. കാരണം ആർക്കും പറ്റത്തില്ല. ഇത് ബൈബിളിൽ മാത്രമേ നമുക്ക് വളരെ കൃത്യമായി ലീനിയേജ് കാണാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഈ പൈശാചിക ഇസ്ലാം എന്ന ഈ വൃത്തികെട്ട പൈശാചിക മതത്തിൽ, അല്ലെങ്കിൽ മുഹമ്മദ് എന്ന ഈ വൃത്തികെട്ടവന്റെ ഒരു ലീനിയേജ് പുറകിലോട്ട് സ്ഥാപിക്കാൻ പറ്റത്തില്ലെന്ന് ഇവരുടെ പുസ്തകമാണ് പറയുന്നത്. താഴോട്ട്, who could provide such an information? Malik also disliked tracing the genealogy of the prophets. മാലിക്കിന് ഈ ജീനിയോളജി അല്ലെങ്കിൽ ഈ പ്രവാചകന്മാരുടെ ഈ ലീനിയേജ് സ്ഥാപിക്കുന്നത് തന്നെ ഇഷ്ടമില്ലായിരുന്നു എന്നാണ് പറയുന്നത്. such as saying Abraham so and so, al-Muati stated this in his book. എന്ന് പറഞ്ഞാൽ അത് അവർ പറയുന്നത് ഈ അബ്രഹാം ഇവന്റെ മകൻ, അല്ലെങ്കിൽ അബ്രഹാമിന്റെ മകൻ ഇത്, അല്ലെങ്കിൽ യാക്കോബിന്റെ മകൻ ഇത്, ഇങ്ങനെ ലീനിയേജ് കൊണ്ടുപോകുന്നത് പോലും അവർക്കിഷ്ടമുള്ള കാര്യമേ അല്ലായിരുന്നു. അടുത്ത ഭാഗം ഇച്ചിരൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. അൽ സുഹൈൽ കമന്റഡ് ഓൾസോ ദാറ്റ് മാലിക്സ് വ്യൂ പോയിന്റ് വാസ് അനലോഗിയസ് ടു വാട്ട് വാസ് റിലേറ്റഡ് ടു ഉർവ അൽ ജുബൈർ, who is reported to have said, Urwa al-Zubair ഇങ്ങനെ പറഞ്ഞു, we have found no one who knows the line between Adnan and Ishmael. അദ്നാൻ തൊട്ട് ഇഷ്മായിൽ വരെ ഉള്ള ബന്ധം എന്ന് പറഞ്ഞാൽ മുഹമ്മദിന്റെ അപ്പൻ എന്ന് പുറകിലോട്ട് പോയി അദ്നാൻ വരെ വന്ന് നിൽക്കുകയാ. അദ്നാൻ തൊട്ട് ഇഷ്മായിൽ വരെ ഏകദേശം 30 ലീനിയേജിന്റെ ഡിഫറൻസ് ഉണ്ട്. അദ്നാൻ തൊട്ട് ഇഷ്മായിൽ വരെ ഉള്ള ലീനിയേജ് സ്ഥാപിക്കാൻ ആർക്കും കഴിയത്തില്ല, ഞങ്ങൾക്ക് കഴിയത്തില്ല. അടുത്ത പോയിന്റ് അതിന്റെ താഴെ തന്നെ, ഇറ്റ് ഈസ് റിപ്പോർട്ടഡ് ദാറ്റ് ഇബ്ൻ അബ്ബാസ് സെഡ്, ഇബ്ൻ അബ്ബാസ് മുഹമ്മദിന്റെ സഹാബി പറയുന്നത്, ഇറ്റ് ഈസ് റിപ്പോർട്ടഡ് ഇബ്ൻ അബ്ബാസ് സെഡ് ബിറ്റ്വീൻ അദ്നാൻ ആൻഡ് ഇഷ്മായിൽ there were 30 ancestors who are unknown.
30 ആൻസിസ്ട്രി ഇവന്മാർക്ക് ഇടയ്ക്ക് ഇല്ലെന്ന് ഇവന്മാർക്ക് തന്നെ അറിയത്തില്ല. മുഹമ്മദ് അവിടെ പുറകിൽ വരെ എത്തും പറ്റുമോ, മുഹമ്മദിന്റെ അപ്പൻ ആരാണെന്ന് പോലും ഇവന്മാർക്ക് മര്യാദയ്ക്ക് അറിയത്തില്ല. അവിടെ ഉണ്ടായിരുന്ന ഖുറൈശികൾ തന്നെ കുന്നിൻ ചെരുവിലെ ഈന്തപ്പന എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ഈ വ്യക്തിയെ എങ്ങനെയാണ് അബ്രഹാം വരെ കണക്ട് ചെയ്യുന്നത്? ഈ മതം അബ്രഹാമിന്റെ വിശ്വാസത്തിൽപ്പെട്ടതാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? മുസ്ലിങ്ങൾ തന്നെ പറയുന്നില്ല, ക്രിസ്ത്യാനികളായിട്ടുള്ള സഹോദരന്മാർ ഈ കാര്യം പറയുന്നതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. അടുത്ത പോയിന്റ്, ഇബ്ൻ അബ്ബാസ് is also reputed to have said when he traced back the lines of descent as far as Adnan, the genealogists have lied. ഇബ്ൻ അബ്ബാസ് പറയുന്നത് ഇവരുടെ തന്നെ ജീനിയോളജിസ്റ്റ്, പുറകിലോട്ട് ജീനിയോളജി കൊണ്ടുപോകുന്ന ആൾക്കാർ കള്ളം പറഞ്ഞിട്ടുണ്ട്. ട്വൈസ് ഓർ ത്രൈസ്, 2 or 3 പ്രാവശ്യം കള്ളം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബൈബിളിൽ എന്ത് സുന്ദരമായിട്ടാണ് ജീനിയോളജി പറയുന്നത്. പലപ്പോഴും ഞാൻ ഈ സംഖ്യാപുസ്തകവും അല്ലെങ്കിൽ ഈ പുറപ്പാട് പുസ്തകവും ഒക്കെ വായിക്കുമ്പോൾ ഇത്രയും പേരുകൾ കാണുമ്പോൾ പണ്ട് കൊച്ചിലെയൊക്കെ എനിക്ക് തോന്നുമായിരുന്നു, ഇത്രയും പേരുകളുടെ ആവശ്യം എന്താണ്? ഇപ്പോഴാണ് നമ്മൾ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഈ പേരുകൾ അത്യാവശ്യമാണ്. കാരണം പേരും ഊരും ഒരു കുന്തവും ഇല്ലാത്ത ഒരു വൃത്തികെട്ട കള്ളപ്രവാചകൻ 1400 വർഷങ്ങൾക്ക് മുൻപേ വന്നിട്ടുണ്ട് എന്ന് ഇത് ബൈബിള് വളരെ കൃത്യമായി താരതമ്യപ്പെടുത്തി കാണിക്കുന്നു. അടുത്തത്, ഇബ്ൻ അബ്ബാസ് is also reputed to have said when he traced back the lines of descent as far as Adnan, the genealogists have lied twice or thrice, and that bracket skepticism is even more characteristics of Ibn Masud. Ibn Masudനും ഈ അഭിപ്രായം തന്നെയാണ്, അബ്ദുള്ള ഇബ്ൻ മസൂദിനും ഈ സെയിം അഭിപ്രായം തന്നെ അവർക്കുമുണ്ട്. whose attitude was like that of Ibn Abbas. അബ്ദുള്ള ഇബ്ൻ മസൂദ് ആണ് മുഹമ്മദിന് ഈ ഖുറാൻ ആയത്തുകൾ പോലും എഴുതി കൊടുക്കുന്ന വ്യക്തി. അബ്ദുള്ള ഇബ്ൻ മസൂദിനും സെയിം ഇബ്ൻ അബ്ബാസിന്റെ അഭിപ്രായമാണ്. അവരുടെ ജീനിയോളജിസ്റ്റ് ലൈ ചെയ്തിട്ടുണ്ട്, കള്ളം പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദിന്റെ ഈ ജീനിയോളജി പുറകിലോട്ട് കൊണ്ടുപോകുമ്പോൾ കള്ളം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ മുഹമ്മദും അബ്രഹാമും തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്ന് ഇവരുടെ പുസ്തകങ്ങൾ തന്നെ തെളിയിക്കുന്നു. ഞാൻ ലാസ്റ്റ് പോയിന്റ് കൂടെ വായിച്ചിട്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കാം. ഉമർ ബിൻ അൽ ഖത്താബ് പറയുന്നത് എന്താണ്? ഉമർ ബിൻ അൽ ഖത്താബ് സ്റ്റേറ്റഡ്, വി ക്യാരി ബാക്ക് ദ ജീനിയോളജി ഓൺലി ആസ് ഫാർ ആസ് അദ്നാൻ. അദ്നാൻ വരെ മാത്രമേ ഞങ്ങൾക്ക് മുഹമ്മദിന്റെ ജീനിയോളജി കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പോകാനേ പറ്റിയിട്ടില്ല. ഞങ്ങൾക്ക് അറിയത്തില്ല അപ്പൻ ആരാണെന്ന്, ഞങ്ങൾക്ക് അറിയത്തില്ല. ഈ അപ്പൻ ആരാണെന്ന് മര്യാദയ്ക്ക് അറിയാത്ത, അപ്പൂപ്പന്മാരാരാണെന്ന് മര്യാദയ്ക്ക് അറിയാത്ത ഈ വൃത്തികെട്ട കള്ളപ്രവാചകനും അല്ലെങ്കിൽ അവന്റെ മതവും അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ രക്ഷിക്കപ്പെട്ട നമ്മളും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഒരു ബന്ധവുമില്ല. ബഹുമാനപ്പെട്ട ബിഷപ്പ് ജോസഫ് പാംബ്ലാനി സാറിനോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കല്ലേ, ഇങ്ങനത്തെ കാര്യം പറയല്ലേ. അറിയത്തില്ലെങ്കിൽ ഞങ്ങളോട് ചോദിക്കും. ഞങ്ങൾ ഇതിന്റെ വീഡിയോസ് ചെയ്തിട്ടുള്ളതാ, ഞങ്ങൾ ഇതിന്റെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളൂ. ഞാൻ തന്നെ ഈ ക്ലബ് ഹൗസിൽ തന്നെ ഈ വിഷയം പല പ്രാവശ്യവും എടുത്തിട്ടുള്ളതാ. അറിയത്തില്ലെങ്കിൽ ഞങ്ങളോട് ചോദിക്ക് എന്നുള്ള വാക്കുകൾ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കും. താങ്ക് യു സെബാസ്റ്റ്യൻ ബ്രദറെ. താങ്ക് യു ബ്രദർ, വളരെ നല്ലൊരു ഡിസ്ക്രിപ്ഷൻ ആയിരുന്നു. ഞാനത് ഡിസ്പ്ലേ തന്നെ വേർഡ് ബൈ വേർഡ് ബ്രദർ പറയുമ്പോൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു. ദ ലൈഫ് ഓഫ് പ്രോഫറ്റ് അൽ നബവി എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജിലോ മെസ്സഞ്ചറിലോ എവിടെയെങ്കിലും റിക്വസ്റ്റ് ചെയ്താൽ മതി. ഇതിൻ്റെ PDF പബ്ലിക്കായിട്ട് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്നാണെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. അതിന് പല വോളിയൂംസ് ഉണ്ട്. അതിൽ വോളിയൂം 1 51ാമത്തെ പേജും 52ാമത്തെ പേജിലും ഈ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ ഇവരുടെ ഇത്. എന്നിട്ട് ചില മൊല്ലാക്കന്മാരിരുന്ന് മുഹമ്മദിന്റെ ചരിത്രം പറഞ്ഞ് ഇസ്മായിൽ ആദവും കഴിഞ്ഞ് മുകളിലേക്ക് പോകുമെന്നാണ് എൻ്റെ സംശയം. ആദവും ഹവയും കഴിഞ്ഞ് വരെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും നല്ലൊരു ഡിസ്ക്രിപ്ഷൻ ആയിരുന്നു ബ്രദർ. താങ്ക് യു വെരി മച്ച്.